പ്രവാസലോകത്തെ വാർത്തകൾ. കശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത ആവശ്യമില്ലെന്ന് നരേന്ദ്രമോദി. സൈനിക നടപടി അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതുകൊണ്ടെന്നും ട്രംപിനോട് മോദി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മോദി അറിയിച്ചു. ഇന്ത്യ ഒരിക്കലും ആരുടെയും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ലെന്നും പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയതെന്നും മോദി ട്രംപിനോട് വ്യക്തമാക്കി. 35 മിനിറ്റ് നീണ്ട സംഭാഷണത്തിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷവും ചർച്ചയായി. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയ കാര്യം അറിയിച്ചത്. തീവ്രവാദത്തോട് സന്ധിയില്ലെന്നും മോദി ട്രംപിനെ അറിയിച്ചു. 26 പേരുടെ മരണത്തിനു കാരണമായ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ട്രംപ് അനുശോചനം രേഖപ്പെടുത്തി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു. ട്രംപിന് നേരത്തെ US-ലേക്ക് മടങ്ങേണ്ടി വന്നതിനാൽ ഈ കൂടിക്കാഴ്ച നടന്നില്ല. ഇതിനുശേഷം ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ന് ഇരു നേതാക്കളും ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയിൽ കോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ വർഷം രാജ്യത്ത് പ്രതിദിനം 1000-ലധികം ആളുകൾ കോടീശ്വര പട്ടികയിൽ ഇടം പിടിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ സമ്പത്ത് അനുപാതമില്ലാതെ വേഗത്തിൽ വളർന്നു. അവിടെ 3,79,000-ലധികം ആളുകൾ പുതിയതായി $ഡോളർ കോടീശ്വരന്മാരായി. ലോകമെമ്പാടും സ്വകാര്യ വ്യക്തികളുടെ ആസ്തി 4.6% വർദ്ധിച്ചു. അമേരിക്കയിൽ സ്ഥിരതയുള്ള $ഡോളറും ഉന്മേഷദായകമായ സാമ്പത്തിക വിപണികളും കാരണം 11%-ലധികം വർദ്ധിച്ചതായി UBS-ന്റെ 2025-ലെ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് കണ്ടെത്തി. 2024-ൽ ആഗോള കോടീശ്വരന്മാരിൽ ഏകദേശം 40%-വും അമേരിക്കക്കാരായിരുന്നു. 2022-ലെ ഇടിവിന് ശേഷം 2023-ൽ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ആഗോള സമ്പത്തിൽ തിരിച്ചുവരവിന് നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം 1 ലക്ഷം മുതൽ $1 മില്യൺ വരെ ആസ്തിയുള്ള വ്യക്തികളുടെ എണ്ണത്തിൽ ഗ്രേറ്റർ ചൈനയാണ് മുന്നിൽ. റിപ്പോർട്ടിൽ ചൈന, ഹോങ്കോങ്, തായ്വാൻ എന്നിവ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ധാരണ. ഇരു രാജ്യങ്ങളും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. G7 ഉച്ചകോടിക്കിടെയാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ധാരണ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഇരു രാജ്യങ്ങളിലെ പൗരന്മാർക്കും ബിസിനസ്സുകൾക്കും നയതന്ത്ര സേവനങ്ങൾ ലഭ്യമാക്കിയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. G7 ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും മാർക്ക് കാർണിയും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പരസ്പര ബഹുമാനം, പരമാധികാരത്തോടെയുള്ള പ്രതിബദ്ധത എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കും കാനഡ ഇന്ത്യ ബന്ധമെന്ന് ചർച്ചകൾക്ക് പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞു. കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ സാമ്പത്തിക സഹകരണം, വ്യാപാരം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി വ്യക്തമാക്കി. സാമ്പത്തിക വികസനം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ചകൾ നടന്നു. ജനാധിപത്യം, സ്വാതന്ത്ര്യം, നിയമവാഴ്ച തുടങ്ങിയ കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയും കാനഡയും ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും കൂടിക്കാഴ്ച മികച്ചതായിരുന്നുവെന്നും പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയാദ് എയർ 25 പുതിയ എയർബസ് വിമാനങ്ങൾ കൂടി വാങ്ങും. പാരീസിൽ നടന്ന എയർ ഷോയ്ക്കിടെ എയർബസ് കമ്പനിയുമായി റിയാദ് എയർ കരാറിൽ ഒപ്പുവച്ചു. സൗദി അറേബ്യയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയായി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ ആരംഭിക്കുന്ന റിയാദ് എയർ 25 പുതിയ എയർബസ് വിമാനങ്ങൾ കൂടി വാങ്ങും. 50 എയർബസ് വിമാനങ്ങൾ വരെ ഓർഡർ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. A350-1000 സീരീസിലുള്ള വിമാനങ്ങളുടെ ഓർഡറാണ് എയർബസിന് നൽകിയതെന്ന് റിയാദ് എയർ അധികൃതർ വ്യക്തമാക്കി. ലേ ബർഗറ്റ് വിമാനത്താവളത്തിൽ നടന്ന പാരീസ് എയർ ഷോയിൽ റിയാദ് എയർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആദം ബുക്കാദിദയും എയർബസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഓഫ് സെയിൽസ് ബനോയിറ്റ് ഡി സെന്റ് എക്സുപെറിയും കരാറിൽ ഒപ്പുവെച്ചു. എയർബസ് A350-1000 വിമാനത്തിന് ഒറ്റ ട്രിപ്പിൽ 16,000 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട്. ഇത് റിയാദ് എയറിന് ലോകത്തിലെ ഏറ്റവും വിദൂര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വരെ സർവീസ് നടത്താനുള്ള ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് CEO ടോണി ഡഗ്ലസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ വീണ്ടും അബുദാബി ഒന്നാമത്. തുടർച്ചയായി 9ാം വർഷമാണ് അബുദാബി ഈ നേട്ടം കൈവരിക്കുന്നത്.
ലംബിയോ സുരക്ഷാ സൂചിക 2025-ലാണ് അബുദാബി ഈ നേട്ടം കൈവരിച്ചത്. 88.4 പോയിന്റാണ് അബുദാബി നേടിയത്. കുറ്റകൃത്യം നിയന്ത്രിക്കുന്നതിൽ മാത്രമല്ല വ്യവസായ വാണിജ്യ താമസ കേന്ദ്രങ്ങളിൽ മുൻകരുതൽ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റി അടുത്തിടെ സുരക്ഷാ പട്രോളും ആരംഭിച്ചിരുന്നു. ഖത്തർ തലസ്ഥാനമായ ദോഹയാണ് പട്ടികയിൽ രണ്ടാമത്. 84.1 പോയിന്റാണ് ദോഹയ്ക്ക് ലഭിച്ചത്. ദുബായ് മൂന്നാമതും തായ്വാനിലെ തായ്പേയ് നാലാമതുമെത്തി. ഷാർജയ്ക്കാണ് 5ാം സ്ഥാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.